ഹേ എവ്രി വൺ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സനാസ് വ്ളോഗ്. അപ്പോൾ നമ്മൾ അടുത്തത് ഗുണ കേവ് പോയോണ്ടിരിക്കും. അപ്പോൾ എല്ലാ വീഡിയോയും കൂടി ഒപ്പിടാൻ പറ്റാത്തതിനെ കൊണ്ടാണ് പാർട്ടായിട്ട് ഇടുന്നത്. അപ്പോൾ ഗുണ കേവ് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഹൊറർ ഫീലാണ് എനിക്ക് നന്നായിട്ടുണ്ടായത്. കാരണം അത്രയും കോടയും കാര്യങ്ങളും വരുന്നു. നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോയപ്പോൾ ഇത്ര ഇതൊന്നും ഉണ്ടായിരുന്നു, കോടയും കാര്യങ്ങളും ഒന്നും ഉണ്ടായി. വ്യൂ പോയിന്റിൽ പോലും നമുക്ക് അത്ര ഇതായിട്ടുണ്ടായിരുന്നില്ല. ഇത് ശരിക്കും ഒരു ഹൊറർ ഫീലിംഗ് ആയിരുന്നു നമുക്കവിടെ കയറുമ്പോൾ തന്നെ. പിന്നെ രണ്ടാമത്തെ കാര്യം, എല്ലാ വണ്ടിയിലും ഗുണ കേവിൻ്റെ പാട്ട് ഇട്ടിട്ടുണ്ട്. നമ്മളെ മഞ്ഞുമൽ ബോയ്സിൽ ആ പാട്ട് ഇട്ടിട്ടാണ് എല്ലാവരും പോകുന്നത്. നമ്മളവിടെ പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പാട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇവൻ ഞാൻ ഫിലിം കണ്ടിട്ടില്ല ആ ടൈമിൽ, കാരണം ഞാൻ പറഞ്ഞില്ല എക്സാമിൻ്റെ ടൈം ആയതിനെക്കൊണ്ട് ഞാൻ ഫിലിം കണ്ടിട്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു കയറുമ്പോൾ പാട്ടിൻ്റെ ആ ഒരു ഇതറിയാതെ, അപ്പോൾ ആ പാട്ട് മാത്രമാണ് എല്ലാവരും ആ ഫിലിമിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് തന്നെ. കാരണം ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഹൊറർ ഫീലാണ് നമുക്കവിടെ വരുന്നത്. പിന്നെ കുറേ കഴിഞ്ഞ് ഗുണ കേവ്, നമ്മൾ എവിടെയാണ് ഈ ഗുണ കേവ് എന്നുള്ള അറിയില്ല, കുറേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് നടക്കണം കാര്യങ്ങളും, കാരണം അത്യാവശ്യം നടക്കാനുണ്ട്. ആരും ടയേർഡായൊന്നുമില്ല. നല്ല മഞ്ഞ്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അത്ര മഞ്ഞും കാര്യങ്ങളും. നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത് എല്ലാവരും എന്താ പറയുക, ആ ഒരു ഗുണ കേവ് കാണുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഈ പോയോണ്ടിരിക്കുന്നത്. അങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഇത് കാണും, ഒരു ബാനർ എന്താ പറയുക എനിക്കറിയില്ല, ഒരു പോസ്റ്റർ ചെയ്ത സംഭവം, അത് ഗുണ കേവ് എന്നൊക്കെ എഴുതിയിട്ടിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളും ജസ്റ്റ് എല്ലാവരും കൂടി ഫാമിലിയായിട്ട് പോയതിനെ കൊണ്ട് എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞതും മഞ്ഞ്, സത്യം പറഞ്ഞാൽ നല്ല മഞ്ഞ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ ഒന്ന് കാണാൻ പോലും പറ്റണില്ല എന്നുള്ളൊരു അവസ്ഥയിൽ അത്ര മഞ്ഞാണ്. പെട്ടെന്ന് വരിക മഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ, പെട്ടെന്ന് വരിക പെട്ടെന്ന് പോകും. എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാവണില്ല. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ്സിനുള്ളിൽ അപ്പം മഞ്ഞൊക്കെ പോയി, ആരും മഞ്ഞ് പോയി. കാരണം അത്ര നേരത്തെ നമ്മൾ ഫോട്ടോ എടുത്ത് ഇറങ്ങിയ പാട് ഫോട്ടോ പോലും നല്ല ക്ലാരിറ്റി കിട്ടാത്തൊരവസ്ഥയിൽ അത്ര മഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ ഗുണ കേവിൻ്റെ അടുത്ത് എത്താനായി. അപ്പം അതിൻ്റെ സൈഡിൽ കുറേ റൂട്ട്സും കാര്യങ്ങളും ഉണ്ട്, എല്ലാവരും അതിൻ്റെ മേലെ കയറുന്നുണ്ട്. അപ്പം നമ്മളും ഫോട്ടോ എടുക്കണം, അങ്ങനെ ഓരോരോ അഡ്വഞ്ചറസ് ആയിട്ട് അങ്ങനെ കയറി. അങ്ങനെ എല്ലാവരും ഡെവിൽ കിച്ചണാണ് മെയിൻ, എല്ലാവർക്കും പറയാനുള്ള ഡെവിൽ കിച്ചൻ്റെ കഥകൾ. ഓരോരുത്തരും അതും പറയുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, അത്രയും ശ്രദ്ധിച്ച് പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ശ്രദ്ധിച്ച് പോകണം. കുറേ കാര്യങ്ങളൊക്കെ നമുക്കവിടെ ശ്രദ്ധിക്കാൻ നന്നായിട്ടുണ്ട്. കാരണം ഗുണ കേവ് ആ ഒരു ഫിലിം മാത്രമല്ല, നമുക്ക് അവിടെ പോകുമ്പോൾ തന്നെ ഫിലിം കാണാത്തവർക്ക് പോലും അവിടെ പോയ ഒരു പേടി ഫീലാവും. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹൊറർ ഫീൽ ആയിരുന്നു അവിടെ പോയപ്പോൾ എനിക്കുണ്ടായിരുന്നു, പേഴ്സണലി എനിക്കുണ്ടായിരുന്നു. പിന്നെ ഈ വ്യൂ പോയിൻറ്റ് അടിപൊളി, ഒരു രക്ഷയില്ല, അത്രയും മഞ്ഞും കാര്യങ്ങളായിരുന്നു. അത്ര മഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അങ്ങോട്ട് എന്താണെന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു മഞ്ഞ് ഒന്നുകൂടി കുറഞ്ഞു കിട്ടി. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് കാണാൻ പറ്റി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റേ കുഴി പോലെ ഫീലായി. അപ്പോൾ ഞാനതൊരു ക്യാപ്ചർ ചെയ്ത് വെച്ചാണ് അതിൻ്റെ ഒരു പോർഷൻ. അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ മേലെ വ്യൂ പോയിന്റിൽ കയറിയപ്പോൾ കിട്ടിയ ഫോട്ടോ. ഇതാണ് നമ്മളെ താരം ഗുണ കേവ്. ഇതാണ് നമ്മളെ മെയിൻ താരത്തിൻ്റെ അടിയിലാണ് ഗുണ കേവ്. നമ്മളെ ഫിലിമിൽ തന്നെ അവർ അവിടെ നിന്നിട്ടാണ് പിന്നെ താഴോട്ട് പോവാന്നിട്ട് അവർ ചെയ്യുന്നത്. അത്ര ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി. എന്താ പറയുക, ഒരു വല്ലാത്തൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കേൾക്കണ ഒരു ഫീലൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് വേഗം ഇറങ്ങി ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്പോട്ട് എന്നിട്ട് പോയതാണ്. അപ്പോഴത്തേനും വിശപ്പും കാര്യങ്ങളായി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലാണ്. അതുവരേക്കും ബൈ. ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.